വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. നവംബർ 1 കേരള പിറവിയാണ്. അപ്പോൾ ഞാൻ കൊച്ചിൻ ബേസ്ഡ് ആയതുകൊണ്ട് ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് ഇന്നത്തെ റെസിപ്പി, സീ ഫുഡ് ബിരിയാണി. ആൻഡ് എല്ലാവർക്കും കേരള പിറവി ആശംസകൾ. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാൻ പ്രോൺ ബിരിയാണിയുടെയും ഫിഷ് ബിരിയാണിയുടെയൊക്കെ റെസിപ്പി ഇട്ടുണ്ട്. ഏകദേശമൊക്കെ സെയിം തന്നെയാണ് റെസിപ്പി. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, നമ്മളിത് നമ്മുടെ ടൈഗർ പ്രോൺസിന്റെ തലയുടെ സ്റ്റോക്കിലാണ് ഈ ബിരിയാണിയുടെ റൈസ് കുക്ക് ചെയ്യണേ. അത് വ്യത്യാസമുണ്ട് ആൻഡ് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കോമ്പിനേഷൻസും കാണാം, ഇന്നത്തെ ലഞ്ചിന്റെ കോമ്പിനേഷൻസും. അപ്പോൾ 1 kg ലോങ് ഗ്രെയിൻ റൈസിന്റെ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ 1 kg റൈസിന് 1 kg മഡ് ക്രാബ് എടുത്തിട്ടുണ്ട്, 1 kg ടൈഗർ പ്രോൺസ് എടുത്തിട്ടുണ്ട്. അതിന്റെ തലയാണ് മാറ്റി വെച്ചേക്കുന്നത് സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട്. ആൻഡ് സ്ക്വിഡും ഞാൻ എടുത്തിട്ടുണ്ട്. സ്ക്വിഡ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അതിന്റെ തല എടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും റൈസിൽ കിടക്കണ കാണാൻ. ആൻഡ് ക്രാബിന്റെ ഷെല്ല് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ കൂടുതൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ റൈസിൽ ഫുള്ള് അതാവും. അപ്പം അങ്ങനെ പാവരുത്, ജസ്റ്റ് ഒന്ന് ക്രാക്ക് ചെയ്താൽ മതി. ആൻഡ് ഫിഷ് നെയ്മീൻ എടുത്തിരിക്കുന്നത് 1/2 kg മതി. അപ്പോൾ ക്രാബ് 1 kg, ടൈഗർ പ്രോൺസ് 1 kg, ഫിഷ് 1/2 kg മതി. സ്ക്വിഡ് നമ്മൾ തല എടുത്തിട്ടുണ്ട്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ടൈഗർ പ്രോൺസിന്റെ തല കൊണ്ട് സ്റ്റോക്ക് ഉണ്ടാക്കാം, റൈസ് കുക്ക് ചെയ്യാനുള്ള. അപ്പോൾ തല ഒരു ചട്ടിയിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ തലയിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുക. ആൻഡ് മഞ്ഞൾപ്പൊടി ചെറിയൊരു ക്വാണ്ടിറ്റി മതി, ഒരു 1/2 ടീസ്പൂൺ. ആൻഡ് മസാലപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ. ആൻഡ് മല്ലിയില കുറച്ച്, അതാ ഇഷ്ടമുള്ളവർ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം. പിന്നെ വെള്ളം ഞാൻ ഒരു 3 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ട് ബോയിൽ ചെയ്യട്ടെ. ഈ സ്റ്റോക്കിൽ വേണം റൈസ് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റോക്ക് ആവുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സീ ഫുഡിൻ്റെ ഗ്രേവി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സീ ഫുഡിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെപ്പർ അത്രയും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ചെറിയൊരു ക്വാണ്ടിറ്റി മതി കേട്ടോ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് വേണം. മഞ്ഞൾപ്പൊടി, പെപ്പർ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ഒരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിലും ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവും. മീനിൽ എല്ലാ സൈഡിലും ഉപ്പെല്ലാം പരട്ടണേ. ഇനി ആദ്യം ഒരു പാനിലോട്ട് ഓയിൽ ആഡ് ചെയ്യുക, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ആഡ് ചെയ്യുക. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫിഷും പ്രോൺസ് എല്ലാം ഫ്രൈ ചെയ്യുക. ഹാഫ് ഫ്രൈ ചെയ്യുക, പകുതി കുക്കായാൽ മതി. ഹാഫ് ഫ്രൈ ചെയ്യുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് മീറ്റിനൊക്കെ നമ്മുടെ ഫിഷിനൊക്കെ കിട്ടുള്ളൂ. ഫിഷിനും പ്രോൺസിനും അതെ. ഒരുപാട് അങ്ങ് മുരിയാൻ പാടില്ല, ഫിഷ് ഫ്രൈഡേ ഒക്കെ പോലെ. ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്ക് ആയാൽ മതി, അല്ലെങ്കിൽ ആ സോഫ്റ്റ്നെസ് പോവും. നമ്മുടെ ഫിഷ് ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രോൺസ് ഇടാം. പ്രോൺസും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുക, കൂടുതൽ ഹാർഡായി പോവാതിരിക്കണം. അപ്പോൾ ഒരു 2 minutes പ്രോൺസ് കുക്ക് ചെയ്താൽ മതി, ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. ഇടയ്ക്ക് നമ്മുടെ സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ടൈഗർ പ്രോൺസ് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്രാബ് ഇടാം. ക്രാബും ഇതുപോലെ തന്നെ ഹാഫ് ഫ്രൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ. മഡ് ക്രാബ് ആണെങ്കിൽ നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊടിയണ പോലെ ആവരുത്. അപ്പം ബിരിയാണിയുടെ റൈസിൽ ഫുള്ളാവും. ജസ്റ്റ് ഒന്ന് ക്രാക്ക് ചെയ്താൽ മതി. ക്രാക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ നല്ല പണി കിട്ടും, പൊട്ടിക്കാനും നമുക്ക് പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. ഇത് മതി, ഇനി മാറ്റി വെക്കാം. നെക്സ്റ്റ് സ്ക്വിഡ് എപ്പോഴും 2 minutes കൂടുതൽ കുക്കാവാൻ പാടില്ല. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വിഡ് ഭയങ്കര റബ്ബറി ആയി പോകും. അപ്പോൾ ഇത് ഹാഫ് കുക്ക് ചെയ്യാനായിട്ട് 1 minute ഇതുപോലെ ഹെഡ് ഒന്ന് സ്ക്വിഡിൻ്റെ തലയൊന്ന് ഇങ്ങനെ സ്റ്റർ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ സീ ഫുഡ് വറുത്ത സെയിം പാനിലോട്ട് ഓയിൽ ആഡ് ചെയ്യുക. ആൻഡ് സവാള 1 കിലോ അരിക്ക് ഞാനൊരു 5 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇനി സവാള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആവണ വരെ സോട്ട് ചെയ്യുക. അപ്പോഴത്തേനും നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പം 2 പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതിപ്പോൾ ഇത്തിരി എരിവുള്ളത് എടുത്തേക്കണേ, അത് കാരണം 6 എണ്ണം. എരിവില്ലാത്ത ആണെങ്കിൽ ഒരു 12 എണ്ണം എടുക്കാം. പിന്നെ വെളുത്തുള്ളി ഒരു 1/4 കപ്പ്, ഇഞ്ചി ഇതുപോലത്തെ 2 മീഡിയം സൈസ്, മല്ലിയില, പുതിനയില ഇതുപോലെ ഓരോ പിടി വീതം, 2ഉം ഓരോ പിടി. ഇതൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് ഈ ക്രഷ് ചെയ്ത് ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇനി ആഡ് ചെയ്യാം. ഒരുപാട് ഗ്രൈൻഡായി പോകരുത് കേട്ടോ, ഇത്രയും ആയാൽ മതി. കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും ഓയിൽ ആഡ് ചെയ്തില്ലെങ്കിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് ആവണം. നന്നായിട്ട് എണ്ണ തെളിയണ വരെ സോട്ട് ചെയ്യണം. ഇനി സീ ഫുഡ് ബിരിയാണിയുടെ മസാലയ്ക്കായിട്ട് എൻ്റെ പ്രോൺ ബിരിയാണിയിലും ഫിഷ് ബിരിയാണിയുടെയൊക്കെ സെയിം മസാല തന്നെ കുറച്ചുകൂടി കൂടുതൽ വേണം. പെരിഞ്ജീരകം 6 ടേബിൾ സ്പൂൺ, ഏലക്ക 12 എണ്ണം, കുരുമുളക് ഒരു 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ വേണ്ട കേട്ടോ, 1 ടീസ്പൂൺ മതി. കറിയാമ്പൂ 12 എണ്ണം, കറുവപ്പട്ട ഒരു 3 മീഡിയം സൈസ്, ആൻഡ് സ്റ്റാർ അനീസ് 1 എണ്ണം, അത്രയും മതി. ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം, ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. മസാല നമ്മൾ ഇതുപോലെ പൊടിച്ചിട്ടുണ്ട്. ഇനി അരിച്ച് വേണം ആഡ് ചെയ്യാൻ. അതിനേക്കാൾ മുമ്പ് തക്കാളി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. തക്കാളി അപ്പോൾ 2 കപ്പ് ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം.
ഇനി നന്നായിട്ട് സോട്ടേ ആവട്ടെ. ഇനി നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടി ആഡ് ചെയ്യാം. എപ്പോഴും അരിച്ചിട്ട് വേണം, അതിപ്പോൾ ഏത് ഡിഷിനാണെങ്കിലും അരിച്ചിട്ട് മസാലപ്പൊടി ഇടുക. ഫൈൻ പൗഡർ, മെയിനായിട്ട് ഫൈൻ പൗഡറായിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഇനി എണ്ണ തെളിയട്ടെ എന്ന്. ഇനി ലോങ് ഗ്രെയിൻ റൈസിൻ്റെ ബിരിയാണിക്ക്, ഞാൻ ഈ സീ ഫുഡ് ബിരിയാണിക്ക് എപ്പോഴും എനിക്ക് നീളനരി ഇഷ്ടം, മറ്റേ ചെറിയ കൈമ റൈസിനേക്കാളും. അപ്പോൾ അതിന് ലോങ് ഗ്രെയിൻ റൈസിൻ്റെ ബിരിയാണിക്ക് ഞാൻ എപ്പോഴും ഈ ഇന്ത്യ ഗേറ്റിൻ്റെ സൂപ്പർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അരി കഴുകുമ്പോഴും എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. ആൻഡ് വെള്ളം നല്ല ക്ലിയർ വെള്ളം കിട്ടണ വരെ വാഷ് ചെയ്യുക. ആൻഡ് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത സീ ഫുഡ് ആഡ് ചെയ്യാം. മീനൊന്നും മുറിഞ്ഞു പോരുത് കേട്ടോ. ഇനി മസാലയിലൊരു 5 മിനിറ്റ് ഒന്ന് മൂടി ഒന്ന് കുക്ക് ആവട്ടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി സീ ഫുഡ് കുക്ക് ആവുമ്പത്തേനും ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരണം. 1/4 കപ്പ് ബ്രോക്കൺ നട്ട്സ്, 1/4 കപ്പിലും കുറച്ച് താഴെ വൈറ്റ് കിസ്മിസ് ആൻഡ് 3 ടേബിൾ സ്പൂൺ തൈര്. ഇതൊന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ട് നമ്മുടെ കുക്ക് ചെയ്യുന്ന സീ ഫുഡിലോട്ട് ആഡ് ചെയ്യണം. നമ്മുടെ ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള നട്ട്സും കിസ്മിസും കൂടി അരച്ചത് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പുളി കുറവാണെങ്കിൽ ലൈം ജ്യൂസ് കുറച്ച് ആഡ് ചെയ്യണം. ഇച്ചിരി പുളിയുള്ളതെന്നല്ല ഈ ഗ്രേവി. പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യണം. ഞാനപ്പോൾ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച ഗരം മസാല, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണ ഗരം മസാല, ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് വരുള്ളൂ. സോട്ടേ ഒന്നും ആഡ് ചെയ്യണ്ട, ഇങ്ങനെ തന്നെ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഗ്രേവിയിൽ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രേവി നല്ല കലക്കനായിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ആഡ് ചെയ്യട്ടെ. ഞാൻ നേരത്തെ കാണിച്ച പച്ചമുളകിൻ്റെ കാര്യം കൂടി പോരുന്നില്ല. ഞാൻ എരിവുള്ള പച്ചമുളകാണ് 6 എണ്ണം എടുക്കാൻ പറഞ്ഞത്. എരിവില്ലാത്തതാണെങ്കിൽ 12 എണ്ണമാണ് എടുക്കേണ്ടത്. ഇനി റൈസിലോട്ട് സെറ്റ് ചെയ്യാം. റൈസ് കുക്ക് ചെയ്യാം. ഞാൻ കുറച്ച് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ ഇത്തിരി ലൈം ജ്യൂസ് ഒന്ന് ആഡ് ചെയ്തിട്ട്, ഇത്തിരി ലൈമിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. ഒരു പകുതി ലൈമിൻ്റെ ജ്യൂസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഗ്രേവി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി റൈസ് കുക്ക് ചെയ്യാം. ഇനി റൈസ് കുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ബിരിയാണി സെറ്റ് ചെയ്യണ പാത്രത്തിൽ തന്നെ ഗീ ആഡ് ചെയ്യാം. ഗീ ഒരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മിക്സ് ചെയ്ത് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി മെയിനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്യാം. സിനമൺ ലീവ്സ്, ജാതിപത്രി ഒരു 4 അനീസ്, കറയാമ്പൂ ഒരു 4 എണ്ണം, ആൻഡ് ഏലയ്ക്ക ഒരു 4 എണ്ണം, ആൻഡ് കറുവപ്പട്ട ഒരു 2 എണ്ണം. ഇത്രയിട്ട് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലേവർ ഫുള്ള് പോകും. അപ്പം അങ്ങനെ ചൂടാവരുത്. ജിജു സീ ഫുഡ് ബിരിയാണി ഞാൻ പറഞ്ഞില്ലേ. ചെമ്മീനും കിട്ടി, ക്രാബും കിട്ടി, സ്ക്വിഡ് ഉണ്ട്, ഫിഷ് ഉണ്ട്. സ്ക്വിഡിൻ്റെ വേറൊരു ഫ്രൈ അകത്ത് ചെയ്യുന്നുണ്ട്. കന്യാശ്രീയാ. ഷായത് നല്ലതല്ലേ വേഷം. ഇനി അരി ആഡ് ചെയ്യും. സോക്ക് ചെയ്ത് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 250 ml കപ്പിൽ 4 കപ്പ്, അല്ലെങ്കിൽ 1 കിലോ റൈസ്. ഞാൻ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ സൂപ്പർ എന്ന് പറഞ്ഞ വെറൈറ്റി എടുക്കാൻ പറയണേ. നല്ല സോഫ്റ്റാണ്, ശരിക്കും പ്രോപ്പറായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. കാരണം ഇവിടെ എല്ലാവർക്കും നല്ല വെന്ത് കുഴഞ്ഞ ബിരിയാണിയാണ് ഇഷ്ടം. അപ്പം ഞാൻ സാധാരണക്കാളും കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യും വേവാനായിട്ട്. ഒരുപാടൊന്ന് അരി വറുക്കാൻ പാടില്ല കേട്ടോ. വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. അപ്പം അത്രയും വറുക്കണ്ട. ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇനി ലോ ഫ്ലെയിമിൽ വെക്കുക. 4 കപ്പ് അരിക്ക് ഞാൻ 10 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ 8 കപ്പ് തിളച്ച വെള്ളവും 2 കപ്പ് നമ്മുടെ ചെമ്മീൻ്റെ തല വേവിച്ച വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം വേണം ആഡ് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇനി ആ സ്റ്റോക്ക് 10. ഇതെനിക്ക് നല്ല കുക്ക് ചെയ്ത റൈസാണ് ഇഷ്ടം, അത് കാരണമാണ് 10 അല്ലെങ്കിൽ 9 എടുത്താൽ മതി. ഇനി നന്നായിട്ട് തിളക്കട്ടെ. എപ്പോഴും ചെമ്മീൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്തില്ല, അതിന് നല്ല തിളച്ച തന്നെ വേണം, തിളച്ച വെള്ളം വേണം ആഡ് ചെയ്യാൻ. രണ്ടും നല്ല തിളച്ചിരിക്കുന്ന വെള്ളം വേണം ഈ റൈസിലോട്ട് ആഡ് ചെയ്യാൻ. അതും ഈ റൈസിൻ്റെ സോഫ്റ്റ്നെസ്സിനെ ബാധിക്കുന്ന കാര്യം. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ പ്രോൺസിൻ്റെ തല വേവിച്ച് വെള്ളം തണുത്ത് ചൂടൊക്കെ ആറിപ്പോയി കഴിഞ്ഞ് അത് ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈസിൻ്റെ കുക്കിങ്ങിൽ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് രണ്ടും നല്ല ഒരേപോലത്തെ ചൂടിൽ വേണം ആഡ് ചെയ്യാൻ. ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇനി പതുക്കെ സ്റ്റർ ചെയ്യുക, കാരണം അരി മുറിഞ്ഞു വരുത്. ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. നല്ല ഫ്ലേവർ ഉണ്ട് പ്രോൺസിൻ്റെ ഒക്കെ. ഇനി മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഈ വെള്ളം നല്ല വെട്ടി തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യാം.
റൈസ് വേവുന്നതിനും ബിരിയാണിയുടെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാം. ഈ പ്രാവശ്യം ഒരു ചേഞ്ചിന് ഞാൻ കാടമുട്ട എടുക്കണേ. കാടമുട്ട നമ്മുടെ കാന്താരി മുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും, മഞ്ഞപ്പൊടി, പെപ്പർ, വെളിച്ചെണ്ണ അത്രയും മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഈ കാടമുട്ട അതിലിടും. അതിനേക്കാൾ മുമ്പ് കാടമുട്ട ഒന്ന് ജസ്റ്റ് പതിയെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോഴേ അതിൽ മുട്ടയിലെല്ലാം മസാലയും പിടിക്കുള്ളൂ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതെല്ലാം മുട്ടയ്ക്കും ഇങ്ങനെ ചെയ്ത് എല്ലാ മുട്ടയുടെ വെറൈറ്റി ഡിഷസിനും അതുപോലെ ചെയ്താൽ നല്ല. അതുപോലെയല്ല ഇതുപോലെ. ഇതിന് കോക്കനട്ട് ഓയിലാണ് നല്ലത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക, കൂടുതൽ ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ കാന്താരി മുളക് 2 പിഞ്ച് മതി, ഭയങ്കര എരിവായി പോകും അല്ലെങ്കിൽ. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും, മാറ്റിയിട്ട് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുക, അതൊരു 1/4 ടീസ്പൂൺ. പിന്നെ കുരുമുളക് പൊടി ഫ്രഷ് ആയിട്ട് ചതച്ചത് ആഡ് ചെയ്യണം നല്ലത്. ഇനി നമ്മുടെ പുഴുങ്ങി വെച്ച കാടമുട്ട ആഡ് ചെയ്യുക. ഉപ്പ് പാകത്തിന് വേണം, അപ്പോഴാ ടേസ്റ്റ്. ഒരുപാട് ഫ്രൈ ആയി പോകല്ലേ, മുട്ട ഭയങ്കര ഡ്രൈ ആയി പോകും, അങ്ങനെ ആവരുത്. വേപ്പില മതി, ഇത്രയും മതി. ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യണം. വേപ്പില നന്നായിട്ടുള്ളതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു വേറൊരു ഡിഷാട്ടോ. ഞാൻ റൈസ് വേവാറായിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നോക്കട്ടെ റൈസ് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വേണ്ട, ഇനി ലെയർ ചെയ്യാം നമ്മുടെ സീ ഫുഡിൻ്റെ മസാലയിൽ. റൈസ് ഒരു വാഴയിലോട്ട് അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. വിടർത്തിയിടാം, വിടർത്തിയല്ല പരത്തി. വിടർത്തിയിടട്ടെ. ഇനി ലെയർ ചെയ്യാം. ഇനി നെയ്യ് ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ആക്കി വെച്ച സീ ഫുഡിൻ്റെ ഗ്രേവി ആഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്തിടട്ടെ. ഏകദേശം ഒരു ഐഡിയ വേണം പ്രോൺസും ഫിഷൊക്കെ എവിടെയാണ് ഇടുന്നതെന്ന്. ഇനി റൈസ് ആഡ് ചെയ്യാം. സാധാരണ നമ്മൾ ബിരിയാണി ചെയ്യണ പോലെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈഡ് അനിയൻസും വൈറ്റ് കിസ്മിസ് ഫ്രൈ ചെയ്തതും നട്ട്സ് ഫ്രൈ ചെയ്തൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല, ഞാൻ ലാസ്റ്റേ ആഡ് ചെയ്യുന്നുള്ളൂ. ഗീ ആഡ് ചെയ്യുക, നമ്മുടെ മസാല ആഡ് ചെയ്യുക. വീണ്ടും ഇതുപോലെ ലെയർ ചെയ്യുക. ഇനി മേലെ എപ്പോഴും നെയ്യ് ഒഴിക്കാൻ മറക്കരുത് കേട്ടോ, അതാണ് നല്ല സോഫ്റ്റായിട്ട് വരാനായിട്ട്. ഇനി സവാളയൊക്കെ നമുക്ക് ദം ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം, സവാള വറുത്തതൊക്കെ. ഞാൻ മൈദയുടെ ഇത് വെക്കുന്നില്ല, ജസ്റ്റ് മൂടി വെച്ചിട്ട് വെയിറ്റ് എന്തെങ്കിലും കമത്തി വെക്കുന്നേ ഉള്ളൂ ദം ചെയ്യാനായിട്ട്. ഇനി ഒരു കേടായ പാൻ, നോൺ സ്റ്റിക്ക് ആയാലും യൂസ് ചെയ്യാം, കാസ്റ്റ് ചെയ്യാൻ ആയാലും യൂസ് ചെയ്യാം. കുറച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ ചൂടാവണ്ട കേട്ടോ, ഒരു മിനിറ്റ്. ഇനി ഒരു കേടായ പാൻ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യണ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക, വെള്ളം ഒഴിക്കുക, നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ബിരിയാണിയുടെ പോട്ട് എടുത്ത് വെക്കുക, എന്നിട്ടൊരു വെയിറ്റ് എടുത്ത് വെക്കുക. എൻ്റെ ചില്ലറ വെയിറ്റ് അല്ല. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കിടക്കട്ടെ. ഇനി ബിരിയാണി ദമ്മാവുന്നതിനും ഞാൻ ഒരു പുതിയൊരു റെസിപ്പി ഇപ്പോൾ ഇവിടെ വെച്ച് ട്രൈ ചെയ്യുമ്പോൾ, ഞാൻ ആക്ച്വലി ഒരു റെസിപ്പി കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും പലരുടെയും നോക്കി അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ബട്ട് ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും മുഖത്തിൻ്റെ എക്സ്പ്രഷനാണ് ഞാൻ നോക്കിയത്. അഹന കൃഷ്ണൻ്റെ ബിരിയാണി കഴിച്ച വീഡിയോയിൽ ആളൊരു ബീട്രൂട്ട് സ്വീറ്റ് മധുരം എന്നും പറഞ്ഞിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അത് ആളുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ. അങ്ങനെ കുറച്ച് പേര് ട്രൈ ചെയ്തതിൻ്റെ എക്സ്പ്രഷൻസിൽ നിന്ന് ഞാൻ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് ഓർത്തു. അപ്പോൾ അതിന് ബീട്രൂട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ, ഉറപ്പില്ല, ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു മനസ്സിൽ ഇങ്ങനത്തെ ഒരു തോന്നൽ. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക, വൈറ്റ് കിസ്മിസ് 1/4 കപ്പ്, ഇത് ഫ്രൈ ചെയ്യണം. ഇത് ഞാൻ പണ്ടൊരു റെസിപ്പി ചെയ്തതിൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഈ ബീട്രൂട്ടും കൂടി ആഡ് ചെയ്ത് നോക്കുക. വൈറ്റ് കിസ്മിസ് ഫ്രൈ ചെയ്യുക, 3 കാശ്മീരി മുളക് ഫ്രൈ ചെയ്യുക. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഒരു പകുതി ബീട്രൂട്ട് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് ട്രയൽ ആയതുകൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ ആരെങ്കിലും ഈ ഡിഷ് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ആക്ച്വലി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുക. ടേസ്റ്റ് ഞാൻ എന്തായാലും ബിരിയാണിയുടെ കഴിക്കുമ്പോൾ പറയാം. ഉപ്പ് കുറച്ച് മതിയായിരിക്കും. ബീട്രൂട്ടിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ ബീട്രൂട്ടും വൈറ്റ് കിസ്മിസും കാശ്മീരി മുളകും കൂടി ഗ്രൈൻഡ് ചെയ്തത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആക്ച്വലി നോട്ട് ബാഡ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ പൊട്ടയായില്ല കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ക്രിസ്പായിട്ട് ബീട്രൂട്ട് ഇരുന്നാൽ നല്ലതായിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബാക്കിയുള്ള നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ, ആക്ച്വലി നല്ല കേട്ടോ. ബീട്രൂട്ട് ഒന്ന് സോട്ട് ചെയ്യാം, നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഈ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യും. അതാണ് പ്ലാൻ. ബീട്രൂട്ടിൻ്റെ പച്ച ടേസ്റ്റ് തോന്നരുത്, അതാണ് ഇതിലാകെ ശ്രദ്ധിക്കാനുള്ളൂ. ആൻഡ് ആക്ച്വലി നല്ലതാണ്, ഒരു വെറൈറ്റിക്ക് നല്ലതാണ്. ഇതാണോ റെസിപ്പി എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി ബാക്കിയുള്ള നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത ബീട്രൂട്ടും കൂടി ആയിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തു, എന്നിട്ട് മിക്സ് ചെയ്യാം. ബീട്രൂട്ട് ചമ്മന്തി, ബീട്രൂട്ട് മധുരക്കറി. എന്തായിരുന്നു അതിൻ്റെ പേര് അവരിട്ട് ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ട് കഴിച്ചേ? ഞാനത് കഴിക്കുന്ന ഓർക്കുന്നുണ്ട്, ബിക്കോസ് ഒരു ഡിഫറൻസ് സാധനം ട്രൈ ചെയ്ത് തന്നെ ഞാനത് ഓർക്കുന്നുണ്ട്. ബീട്രൂട്ട് മധുരം അങ്ങനെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ബീട്രൂട്ട് മധുരം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളാരെങ്കിലും ഈ റെസിപ്പി അവരുടെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ബിക്കോസ് ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് ഞാനൊന്ന്
റെസിപ്പി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയതാണ്. നെക്സ്റ്റ് ബൂന്തി റൈത്ത. ഇത് ഞാൻ ബിരിയാണിയുടെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുക, ബട്ട് ഒരു ചേഞ്ചിന് നല്ലതായിരിക്കും. നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് ടേസ്റ്റ് ചെയ്ത് ലാസ്റ്റ് റിവ്യൂ ഞാൻ പറയാം. ഇതിൽ വെറുതെ തൈരും ഉപ്പും പിന്നെ നമ്മുടെ ബൂന്തിയും മല്ലിയില ആൻഡ് പച്ചമുളക് അത്രേ ഉള്ളൂ. ബൂന്തി ഇതേ ഈ ഹൽദിറാംസിൻ്റെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈവൻ ആക്ച്വലി ഡിന്നറായിട്ട് ഇത് നല്ല ഡിന്നർ ഐഡിയ. ബൂന്തി പക്ഷേ ലാസ്റ്റ് മിനിറ്റ് വേണം ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര സോഗി ആയിപ്പോവും. അപ്പോൾ നമ്മൾ കഴിക്കണേക്കാളും തൊട്ട് മുമ്പ് ആഡ് ചെയ്യാം. പിന്നെ മല്ലിയില നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആൻഡ് ഗ്രീൻ ചില്ലി അത്രയും മതി. ഇനി അടുത്ത സൈഡ് ഡിഷ്. ഇനി അനിയൻ സാലഡിന് ഞാൻ ഇതുപോലെ റിങ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു വ്യത്യാസത്തിന്. എന്നിട്ട് ഇതിലോട്ട് ഉപ്പ്, വിനീഗർ, പച്ചമുളക്, പച്ച വെളിച്ചെണ്ണ, എന്നിട്ട് ഇത്രയായിട്ട് മിക്സ് ചെയ്ത് വെക്കും. അത്രേ ഉള്ളൂ. പച്ച വെളിച്ചെണ്ണ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ആക്ച്വലി സാലഡ്സിന്. പിന്നെ വിനാഗിരി അല്ലെങ്കിൽ ലൈം ജ്യൂസ് ആയാലും ആഡ് ചെയ്യാം. എനിക്കൊന്ന് ഇത്തിരി മുളക് പൊടിയും കൂടി വേണം തോന്നുന്നു, കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ഇപ്പം സെറ്റായി അല്ലേ? ഇപ്പോഴല്ലേ കാണാൻ ഭംഗി. അകത്ത് നമ്മുടെ സ്ക്വിഡ് റിങ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഹെഡല്ലേ നമ്മൾ ബിരിയാണിക്ക് യൂസ് ചെയ്തത്. സ്ക്വിഡ് റിങ്സ് ബാറ്ററിൽ ഫ്രൈ ചെയ്തു. കുറച്ചുകൂടി റെഡ് കളറൊക്കെ ആഡ് ചെയ്താൽ ശരിക്കും റെസ്റ്റോറൻറ്റ് ഫീൽ തോന്നിയേനെ, ബട്ട് ഇതിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ബിരിയാണി ദം ചെയ്ത ബിരിയാണി. ഇനി ഫ്രൈഡ് അനിയൻസൊക്കെ ഇടാനുണ്ട്. ഫ്രൈഡ് നട്ട്സ്, ഫ്രൈഡ് കിസ്മിസ് ആക്ച്വലി നല്ല ടേസ്റ്റ്. ഏത് ബിരിയാണിയുടെ കൂടെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൈഡ് അനിയൻസ്, മല്ലിയിലയും കൂടി ഇനി ഇടാനുണ്ട്. ബിരിയാണിയുടെ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൈഡ് ഐറ്റം വേണം. സ്ക്വിഡ് റിങ്സ് ഇതുപോലെ ഫ്രൈ ചെയ്തു. പിന്നെ മിന്റ് ആൻഡ് ലൈം ജ്യൂസ്, അത് മസ്റ്റാണ് ബിരിയാണിക്ക് വിത്ത് സോഡ. ജിജോ, നമുക്ക് ജിജോയുടെ അടുത്ത് വയ്ക്കാം ബീട്രൂട്ട് മധുരത്തിൻ്റെ റിവ്യൂ. ഞാൻ പുതിയൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുവരെ ജിജോ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, ബട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ബീട്രൂട്ട് മധുരക്കറിയോ എന്തോ അങ്ങനെ അല്ല, പിക്കിള് പോലെ സീ ഫുഡ് ബിരിയാണി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ജിജോ പറഞ്ഞില്ലേ ക്രാബ് ഭയങ്കരമായിട്ട് ക്രാക്കായി പോയിന്ന്. അപ്പം അതുപോലെ ചെയ്തിട്ടില്ല. ഫ്രൈഡ് സ്ക്വിഡ് ഇടട്ടെ, എഗ്സ്, കാടമുട്ട. ഇല്ല എനിക്ക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാനുണ്ട്, പക്ഷെ കഴിക്കും. ഇത് നോക്കിക്കേ, ഇത് എങ്ങനെയുണ്ടെന്ന്. അനിയൻസ് ഇതാണ് ഞാൻ പുതിയ റെസിപ്പി ഇട്ടാ ജിജു. കുറച്ചും കൂടി അരപ്പ് വേണം അല്ലേ? അപ്പോൾ എഗ്സിന് കുറച്ചും കൂടി അരപ്പാവട്ടെ. പക്ഷെ ഞാൻ ഈ സീ ഫുഡ് ബിരിയാണിയുടെ കൂടെ ട്രൈ ചെയ്യണ കാരണമാണ് ഞാൻ അധികം അരപ്പിടാണ്ടിരുന്നത്. ഈ ബീട്രൂട്ട് ചമ്മന്തിയും നമ്മുടെ ഈ ബിരിയാണി ആയിട്ടൊന്ന് കഴിച്ചു നോക്കൂ. പിന്നെ ബൂന്തി റൈത്ത എങ്ങനെയുണ്ട്? അത് ഓരോരുത്തരോ. ഞാനിത് പക്ഷേ റെസിപ്പി കോപ്പി അടിച്ചില്ല, നോക്കിയുമില്ല. ചുമ്മാ ഒന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ആഹാനയുടെ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ട്രൈ ചെയ്താ. ബൂന്തി ഞാനും കഴിക്കാൻ പോവാം. പ്രോൺസ് കിട്ടിയില്ലേ? ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ലെയർ ചെയ്യുമ്പോഴേ ഏകദേശം ഒരു ഐഡിയ വേണ്ടേ ഏതൊക്കെ ഭാഗത്താണ് പ്രോൺസും ഫിഷും എല്ലാം വരുന്നതെന്ന്. ചെറിയൊരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു ദം ചെയ്യുമ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ഏകദേശം ഒരു ഐഡിയ വേണം എന്തായാലും സെർവ് ചെയ്യുമ്പോൾ. സ്ക്വിഡ് നല്ല കേട്ടോ ഷായിദ. നല്ല ക്രിസ്പിയാണല്ലോ, നല്ല. സ്ക്വിഡ് ഒന്ന് ട്രൈ ചെയ്തേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ലതാണോ? അത് നമ്മൾ സ്റ്റോക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് കുറേ കൂടെ ഫ്ലേവർ. ഈ പ്രാവശ്യമാണ് ജിജോ സ്റ്റോക്കിൽ നമ്മൾ ബിരിയാണി കുക്ക് ചെയ്ത് പ്രോൺസിന്. ഗുഡ് ഐഡിയ. ഈ റൈത്ത എടുത്തില്ലല്ലോ. സ്ക്വിഡും നല്ല, അതാ സ്ക്വിഡ് എനിക്ക് ആക്ച്വലി റെസിപ്പി ആയിട്ട് ഇടണം. ഈ റൈത്ത ട്രൈ ചെയ്തേ, ബൂന്തി റൈത്ത ബിരിയാണിയുടെ കൂടെ എങ്ങനെയുണ്ടെന്ന്. അയ്യോ റൈത്ത വേണ്ടാട്ടാ. റൈത്ത വേണ്ടെന്നല്ല, അത്ര അധികം തൈര് വേണ്ടേ അപ്പോൾ ജിജോന്? ഓ സോറി, പപ്പടം മറന്നുപോയി. സോറി, പപ്പടം ഞാൻ മറന്നു കേട്ടാ. വറക്കട്ടെ? വറക്കാം. ഒരു മിനിറ്റ്. രാത്രിത്തേക്ക് ബാക്കിയുണ്ട്, പക്ഷേ ആർക്കും കൊടുക്കാനില്ല കേട്ടോ. ഇവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇത് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്രാബ് ഇല്ലെങ്കിലും ഈ റെസിപ്പി തന്നെ ഫോളോ ചെയ്യാം. പ്രോൺസിൻ്റെ നമ്മുടെ സ്റ്റോക്കിൽ തന്നെ കുക്ക് ചെയ്യുക. അങ്ങനെ ഇതിൽ ഏത് സീ ഫുഡ് ഇല്ലെങ്കിലും കുക്ക് ചെയ്യാം, എന്തായാലും ഉണ്ടാക്കാം സീ ഫുഡ് ബിരിയാണി. ഞാനിതിൽ ഫിഷ് കുറവായി യൂസ് ചെയ്തത്, ശ്രദ്ധിച്ചതെന്നറിയില്ല. 1/2 kg യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം 1 kg യൂസ് ചെയ്തിട്ടുണ്ട്. പ്രോൺസ് എപ്പോഴും വലിയ സൈസിൻ്റെ തന്നെ യൂസ് ചെയ്യണം. എപ്പോഴും 20 കൗണ്ടിൻ്റെ പ്രോൺസ് ആണ് നല്ല 1 kg. അല്ലെങ്കിൽ ഒരു ഗ്ലാമർ കുറവായിരിക്കും ബിരിയാണിക്ക്. ബട്ട് സൈസ് ഉള്ളത് കിട്ടില്ല ജിജോ. നാരഞ്ച മീനാണെങ്കിലും സൈസ് ഉണ്ടെങ്കിൽ നല്ല. ഞാനിപ്പോൾ ടൈഗർ പ്രോൺസ് യൂസ് ചെയ്തു എന്നുള്ളൂ. നമ്മുടെ പുതിയ ട്രയൽ ബീട്രൂട്ട് മധുരം. ഇത് ആക്ച്വലി എനിക്ക് ബിരിയാണിയുടെ കൂടെ, എനിക്ക് പേഴ്സണലി അങ്ങനെ ബിരിയാണിയുടെ കൂടെ അത്ര ചേർന്നൊരു ഡിഷ് പോലെ തോന്നിയില്ല. ഓക്കെയാണ്, ബട്ട് ഡേറ്റ് പിക്കിളിൻ്റെ ഒന്നും അത്രയും ഒരു കോമ്പിനേഷൻ അല്ല. ബട്ട് ഒരു വെറൈറ്റിക്ക് ട്രൈ ചെയ്യാമെന്നല്ല. ബട്ട് സ്ക്വിഡ് ഡ്രിങ്ക്സ് ആൻഡ് റൈസ് കോമ്പിനേഷൻ, നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കനും
നമ്മുടെ ബിരിയാണിയൊക്കെ കഴിക്കില്ലേ അതുപോലെ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ, ഹിറ്റായിരിക്കും. ഇതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. സീ ഫുഡ് ഏതാ കിട്ടണേന്ന് വെച്ചാൽ രണ്ട് സീ ഫുഡ് ആയാലും അങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ ഈ എഗ്സ് ആക്ച്വലി നല്ല ബിരിയാണിയുടെ കൂടെ കാണാനും നല്ല ഭംഗിയുണ്ട്. കുറച്ച് ഓയിൽ ഇങ്ങനെ മുകളിൽ ഒഴിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ, കുറേ കൂടെ ഗ്ലേസിലിരിക്കും. ആൻഡ് സ്ക്വിഡ് റിങ്സ് മസ്റ്റാണ്. സ്ക്വിഡ് അല്ലെങ്കിൽ ചിക്കൻ വെച്ചാലും കുഴപ്പമില്ല സീ ഫുഡ് ബിരിയാണിയുടെ കൂടെ. ബട്ട് ഈ എന്തെങ്കിലും ഒരു ഫ്രൈഡ് ഡിഷ് വേണം. ബൂന്തി റൈത്ത ഞാൻ ബിരിയാണിയുടെ കൂടെ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. ബട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടം തോന്നുന്നില്ല. നമ്മുടെ ക്യൂക്കുംബർ റൈത്ത തന്നെയാണ് നല്ലത്. ബീട്രൂട്ട് ആക്ച്വലി ജിജോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല എന്നല്ല, അങ്ങനെ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ബട്ട് ജിജോന് ഇത് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി നോക്കുക. ബട്ട് കാടമുട്ട നല്ലൊരു ചേഞ്ചാണ് ബിരിയാണിയിൽ കാണുമ്പോൾ. അതുകൊണ്ട് അതെന്തായാലും ട്രൈ ചെയ്തോ. അപ്പോൾ എല്ലാവരും സീ ഫുഡ് ബിരിയാണി ട്രൈ ചെയ്യുക. ആൻഡ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ റിവ്യൂസ് അറിയിക്കുക. അപ്പോൾ ഹാപ്പി കേരള പിറവി. ബൈ.